നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേർഡിൽ നിന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം ആ ബേസിക് പാർട്ടിൽ നിന്നൊക്കെ ചോദിക്കാവുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: In MS Word, shift plus delete is used to. Shift plus delete key എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റീസ്റ്റോർ ദ ഡിലീറ്റഡ് ഐറ്റം ഫ്രം റീസൈക്കിൾ ബിൻ. നമ്മൾ ഡിലീറ്റ് ചെയ്തത് എങ്ങോട്ടാണ് പോകുന്നത്? റീസൈക്കിൾ ബിന്നിലേക്കാണ് പോകുന്നത്. അത് റീസ്റ്റോർ ചെയ്യാനാണോ? ഇൻസേർട്ടിങ് പിക്ചർ ഇൻസേർട്ട് ചെയ്യാനാണോ? റീനെയിം ദ സെലക്റ്റഡ് ഐറ്റം, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഐറ്റം റീനെയിം ചെയ്യാനാണോ? ഡിലീറ്റ് ദ സെലക്റ്റഡ് ഐറ്റം പെർമനൻ്റ്ലി വിത്തൗട്ട് പ്ലേസിംഗ് ദ ഐറ്റം ഇൻ ദ റീസൈക്കിൾ ബിൻ. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എന്താ, റീസൈക്കിൾ ബിന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ റീസൈക്കിൾ ബിന്നിലേക്ക് പോകാതെ അത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണ് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് കീ യൂസ് ചെയ്യുന്നത് ഡിലീറ്റഡ് ദ സെലക്റ്റഡ് ഐറ്റം പെർമനൻ്റ്ലി വിത്തൗട്ട് പ്ലേസിംഗ് ദ ഐറ്റം ഇൻ ദ റീസൈക്കിൾ ബിന്നാണ്. അതായത് പെർമനൻ്റ് ആയിട്ട് റീസൈക്കിൾ ബിന്നിൽ പോകാതെ പെർമനൻ്റ് ആയിട്ട് ഐറ്റം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈ പ്രസ്സിങ് F12 കീ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻ. അതായത് F12 എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓപ്പൺ ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. അതായത് ഓപ്പണിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുവാണോ? സേവ് ആസ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. പ്രിന്റ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. ക്ലോസ് ഡയലോഗ് ബോക്സ് വിൽ ഓപ്പൺ. ഇതിൽ ഏത് ഡയലോഗ് ബോക്സ് ആണ് F12 കീ നമ്മൾ പ്രസ് ചെയ്താൽ ഓപ്പൺ ആകുന്നത്? ഏതാണ്? സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ദ റെഡിമെയ്ഡ് ഫോർമാറ്റ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റെഡിമെയ്ഡ് ഫോർമാറ്റിനെ പറയുന്ന പേര് എന്താണ്? സിംബൽസ് ആണോ, ടെംപ്ലേറ്റ്സ് ആണോ, വെബ്ഡിങ്സ് ആണോ, ഇക്വേഷൻസ് ആണോ? ഏതാണ്? ടെംപ്ലേറ്റ്സ് ആണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള വേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോർമാറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടെംപ്ലേറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹൗ ടു യൂസ് ഫോർമാറ്റ് പെയിൻറ്റർ മോർ ദാൻ വൺസ്. ഫോർമാറ്റ് പെയിൻറ്റർ എന്താണെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. പഴയ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് പെയിൻറ്റർ അറിയാം. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോർമാറ്റിങ്, അതായത് ഒരു ടെക്സ്റ്റിന് കളർ കൊടുക്കുക, അതുപോലെ തന്നെ ബോൾഡ് ആക്കുക, ഇറ്റാലിക് ആക്കുക, അങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തുന്നതിനാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റിന് കൊടുത്ത ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്ത് മറ്റൊന്നിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ഫോർമാറ്റ് പെയിൻറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റിന് കൊടുത്ത ഫോർമാറ്റിങ്ങിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വട്ടമേ നമുക്ക് സാധാരണ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടമേ ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നിലധികം തവണ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിക്ക് ഓൺ ലോക്ക് ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ ആണോ, ഡബിൾ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ ആണോ, സെലക്ട് എഡിറ്റ് ഫോർമാറ്റ് പെയിൻറ്റർ മൾട്ടിപ്പിൾ യൂസ് അങ്ങനെയാണോ കൊടുക്കേണ്ടത്? കനോട്ട് യൂസ് മോർ ദാൻ വൺസ്, അതോ ഒന്നിൽ കൂടുതൽ തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലയോ? എന്താണ്? ഡബിൾ ക്ലിക്ക് ഓൺ ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കൺ, അതായത് ഫോർമാറ്റ് പെയിൻറ്റർ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലധികം തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ: MS വേർഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ്. വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? ഏതാണ്? നമ്മൾ പഠിച്ചു MS വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതെല്ലാം എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അതായത് നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അടുത്ത ക്വസ്റ്റ്യൻ: എ സെൻറ്റൻസ് ഇൻ MS വേർഡ് ക്യാൻ ബി മൂവ്ഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ബൈ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസിനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? സെലക്ട് ഓൾ കൊടുത്തിട്ട് കട്ടാണോ, സെലക്ട് കട്ട് പേസ്റ്റ് ആണോ, സെലക്ട് ഓൾ കോപ്പി ആണോ, നൺ ഓഫ് ദീസ് ആണോ? മൂവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂവ് ചെയ്യുന്ന എന്താണ്? കട്ട് കൊടുക്കുക. കട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്തു നിന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നിടത്ത് മാത്രമേ അത് കാണത്തുള്ളൂ, ഒറിജിനൽ പൊസിഷനിൽ കാണത്തില്ല. അത് തന്നെയല്ലേ മൂവ് എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കൊടുക്കേണ്ടത്? സെലക്ട് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ: Ctrl+U ഇൻ MS വേർഡ് ഈസ് യൂസ്ഡ് ടു. Ctrl+U എന്ന് പറയുന്നത് ഷോർട്ട് കട്ട് കീ ആണ്. എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അൺബ്ലോക്ക് ആണോ, അണ്ടർ സെലക്ട് ആണോ, അണ്ടർലൈൻ ആണോ? ഏതാണ്? Ctrl+U അണ്ടർലൈൻഡ് ഷോർട്ട് കട്ട് കീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: cannot perform one of the following from quick access toolbar. Quick access toolbarൽ നിന്ന് നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാത്തത് ഏതാണ്?
ഇമെയിൽ, സേവ്, പ്രിന്റ്, സേവ് ആസ്. അപ്പം നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് മെയിനായിട്ട് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അൺഡു, റിഡോ, അതുപോലെ തന്നെ സേവ് ഓപ്ഷൻ ആണുള്ളത്. പിന്നെ നമുക്കതിനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിൽ, പ്രിന്റ് പോലെയുള്ള ഓപ്ഷൻസ് അതിനകത്ത് കാണാം. അപ്പോൾ അതിനകത്ത് കിട്ടാത്ത ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് സേവ് ആസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, Ctrl+Z ഷോർട്ട്കട്ട് കീ ഈസ് യൂസ്ഡ് ഫോർ. Ctrl+Z ഷോർട്ട്കട്ട് കീ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? റിഡോ ആണോ, അൺഡു ആണോ, സൂം ആണോ, പ്രിന്റ് ആണോ? ഏതാണ്? Ctrl+Z അൺഡുവും Ctrl+Y ആണെന്നുണ്ടെങ്കിൽ അത് റിഡോ ഓപ്ഷനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രേക്കിംഗ് വേർഡ്സ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റഡ് ബൈ. ഏതെങ്കിലും ഒരു വേർഡ് നമ്മൾ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വേർഡിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുത്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ്ക്ലമേഷൻ ആണോ, ഇൻട്രോഗേഷൻ ആണോ, ഹൈഫൻ ആണോ, കോമയാണോ? ഏതാണ്? രണ്ട് വേർഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈഫൻ കൊടുത്തിട്ടാണിത് എന്ത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഫീച്ചർ ഹെൽപ്പ് യു ടു ഇൻസേർട്ട് ദ കണ്ടന്റ് ഓഫ് ദ ക്ലിപ്പ് ബോർഡ് ആസ് ടെക്സ്റ്റ് വിത്തൗട്ട് എനി ഫോർമാറ്റിംഗ്. അതായത് ക്ലിപ്പ് ബോർഡിലുള്ള കണ്ടന്റിനെ ഫോർമാറ്റിംഗ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഏതാണ് യൂസ് ചെയ്യുന്നത്? പേജ് സെറ്റപ്പ് ആണോ, പേസ്റ്റ് സ്പെഷ്യൽ ആണോ, ഫോർമാറ്റ് പെയിൻറ്റർ ആണോ, സ്റ്റൈൽസ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? പേസ്റ്റ് സ്പെഷ്യൽ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിംഗ് ഇല്ലാത്ത രീതിയിൽ. ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കട്ട് ചെയ്തതോ കോപ്പി ചെയ്തതോ ആയ ഐറ്റത്തിനെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതും കോപ്പി ചെയ്തതും എന്തിനു വേണ്ടിയിട്ടാണ്? പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർമാറ്റിംഗ് ഇല്ലാതെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡീഫോൾട്ട് ഫോണ്ട് യൂസ്ഡ് ഇൻ MS Word 2007. വേഡ് 2007 ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് ഏതാണ്? ടൈംസ് ന്യൂ റോമൻ, ഏരിയൽ, കാലിബ്രി, അൾജീരിയൻ. ഇതിലേതാണ്? കാലിബ്രി ആണ് വേഡ് 2007 ഡീഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് PDF? PDF-ൻ്റെ ഫുൾ ഫോം എന്താണ്? ഫോട്ടോഗ്രാഫിക് ഡോക്യുമെന്റ് ഫോർമാറ്റ് എന്നതാണോ, പ്രിന്റബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണോ, പ്രൊട്ടക്റ്റഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണോ, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണോ? ഏതാണ്? PDF എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് PDF-ൻ്റെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്സിംഗ് Ctrl+Shift+A ഇൻ MS Word ടു എ സെലക്റ്റഡ് ടെക്സ്റ്റ് ഗീവ്സ് ദ റിസൾട്ട് ഓഫ്. അതായത് നമ്മൾ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+A ഷോർട്ട്കട്ട് കീ യൂസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോ, ആ ടെക്സ്റ്റ് ഓൾ സ്മോൾ ലെറ്റേഴ്സ് ആവുകയാണോ, ഓൾ സ്മോൾ ക്യാപിറ്റൽ ആണോ, ടോഗിൾ കേസ് ആണോ? ടോഗിൾ കേസ് എന്ന് പറഞ്ഞാൽ അപ്പർ കേസും ലോവർ കേസും ഒരുമിച്ച് വരുന്നതാണ് ടോഗിൾ കേസ്. എന്താ സംഭവിക്കുക? ഓൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് Ctrl+Shift+A യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ മൂവിങ് ദ കഴ്സർ വേർഡ് ബൈ വേർഡ് ഇൻ MS Word? നമ്മുടെ കഴ്സറിനെ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഒരു വേർഡ് കഴിഞ്ഞ് അടുത്ത വേർഡ് ആ രീതിയിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Ctrl+Left or Right ആരോ കീസ് ആണോ, Alt+Left or Right ആരോ കീസ് ആണോ, Ctrl+Tab+Left or Right ആരോ കീസ് ആണോ, Alt+Tab+Left or Right ആരോ കീസ് ആണോ യൂസ് ചെയ്യുന്നത്? നമ്മൾ Ctrl+Left or Right ആരോ കീസ് യൂസ് ചെയ്താൽ നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, by using Ctrl+P which of the following will happen? Ctrl+P കീ യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓപ്പൺ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ആണോ, ഓപ്പൺ സേവ് ഡയലോഗ് ബോക്സ് ആണോ, ഓപ്പൺ പേജ് ഫോർമാറ്റ് ഡയലോഗ് ബോക്സ് ആണോ, ഓപ്പൺ പ്രിന്റ് ഡയലോഗ് ബോക്സ് ആണോ? Ctrl+P എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? പ്രിന്റിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അപ്പം ഓപ്പൺ പ്രിന്റ് ഡയലോഗ് ബോക്സ് ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, Ctrl+N ഈസ് യൂസ്ഡ് ടു. Ctrl+N എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? സേവ് ഡോക്യുമെന്റ് ആണോ, ഓപ്പൺ ഡോക്യുമെന്റ് ആണോ, ക്ലോസ് ഡോക്യുമെന്റ് ആണോ, ന്യൂ ഡോക്യുമെന്റ് ആണോ? Ctrl+N എന്ന് പറയുന്നത് ന്യൂ ഡോക്യുമെന്റിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ വേർഡ് ഡോക്യുമെന്റ്. ഒരു വേർഡ് ഡോക്യുമെന്റിന്റെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണ്? .xls ആണോ, .ppt ആണോ, .docx ആണോ, .bmb ആണോ? ഏതാണ് ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് എ വേർഡ് ഡോക്യുമെന്റ്? ഏതാണെന്ന് ചോദിച്ചാൽ .docx ആണ്. ഡോക്സ് എന്നതാണ് വേർഡിന്റെ ഷോർട്ട് കട്ട് കീ. XLS എന്ന് പറയുന്നത് എക്സലിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. PPT എന്ന് പറയുന്നത് പവർ പോയിന്റിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. BMB എന്താണ്? ബിറ്റ് മാപ്പ് ഇമേജ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, മീനിങ് ഓഫ് ഷിഫ്റ്റ് പ്ലസ് ഹോം. ഷിഫ്റ്റ് പ്ലസ് ഹോം എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ദ എൻഡ് ഓഫ് ദ ലൈൻ ആണോ, ഹൈലൈറ്റ് ഓൾ ദ ടെക്സ്റ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ കഴ്സർ ആണോ, ടു ദ പ്രീവിയസ് ലൈൻ ആണോ, ടു ദി നെക്സ്റ്റ് ലൈൻ ആണോ? ഷിഫ്റ്റ് പ്ലസ് ഹോം കീ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ഓൾ ദ ടെക്സ്റ്റ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി കഴ്സർ ആണ്. കഴ്സറിൻ്റെ ലെഫ്റ്റിലുള്ള എല്ലാ ടെക്സ്റ്റിനെയും ഹൈലൈറ്റ് ചെയ്യാനാണ് ഷിഫ്റ്റ് പ്ലസ് ഹോം യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈസ് ഓഫ് A4 പേപ്പർ? ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. A4 സൈസ് പേപ്പറിൻ്റെ സൈസ് എത്രയാണ്? 148 × 210 mm ആണോ, 210 × 297 mm ആണോ, 229 × 324 mm ആണോ, 297 × 420 mm ആണോ? ഏതാണ്? 210 × 297 mm ആണ് A4 സൈസ് പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ സെലക്ടിങ് വേർഡ് ഹെൽപ്പ്? വേർഡിനകത്ത് നമ്മൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ ഏതാണ്? F6 ആണോ, F5 ആണോ, F1 ആണോ, F3 ആണോ? ഏതാണ്? F1 ആണ് ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ഫോർ ഇൻസേർട്ടിങ് ലൈൻ ബ്രേക്ക് ഇൻ വേർഡ്. വേർഡിൽ ലൈൻ ബ്രേക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണോ, കൺട്രോൾ പ്ലസ് എൻ്റർ ആണോ, കൺട്രോൾ പ്ലസ് കെ ആണോ, ഷിഫ്റ്റ് പ്ലസ് കെ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ലൈൻ ബ്രേക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ കീ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ടു സേവ് എ ഡോക്യുമെൻറ്റ് ഇൻ അനദർ നെയിം. ഒരു ഡോക്യുമെൻ്റ് നമ്മളൊരു പേരിൽ സേവ് ചെയ്തിട്ടുണ്ട്, അതിനെ വേറൊരു പേരിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ എന്താണ് യൂസ് ചെയ്യുന്നത്? ഓപ്പൺ ആണോ, സേവ് ആസ് ആണോ, എഡിറ്റ് ആണോ, സേവ് ബട്ടൺ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? സേവ് ആസ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ സേവ് ചെയ്യുമ്പോൾ സേവ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സേവ് ചെയ്തതിനെ വേറൊരു പേരിലേക്കോ വേറൊരു ലൊക്കേഷനിലേക്കോ ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവ് ആസ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് പേജസ്. നമ്പർ ഓഫ് പേജസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഓട്ടോ കറക്റ്റ് ആണോ, ഗ്രിഡ് ലൈൻസ് ആണോ, ഷ്രിങ്ക് ടു ഫിറ്റ് ആണോ, അതോ മെയിൽ മെർജ് ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷ്രിങ്ക് ടു ഫിറ്റ് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടു സെലക്ട് ഫ്രം ദ ഇൻസേർഷൻ പോയിന്റ് ടു ദ സെയിം പൊസിഷൻ ഇൻ ദ പ്രീവിയസ് ലൈൻ. അതായത് നമ്മുടെ കഴ്സർ ഇവിടെ ഒരു ലൈനിൽ ഇരിക്കുകയാണ്, ഇവിടെയാണ് ഇവിടെ കഴ്സർ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് അതേ ലൈനിൽ തൊട്ട് മുന്നേ ഉള്ള ലൈനിൽ അതേ പൊസിഷൻ വരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് നമ്മൾ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ ആണോ, ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് അപ്പ് ആരോ ആണോ, ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ ആണോ, ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് ഡൗൺ ആരോ ആണോ? ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷിഫ്റ്റ് പ്ലസ് അപ്പ് ആരോ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് അലോ യൂസേഴ്സ് ടു. വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് നമ്മൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? എഡിറ്റ് ടെക്സ്റ്റ് ആണോ, സേവ് ടെക്സ്റ്റ് ആണോ, പ്രിന്റ് ടെക്സ്റ്റ് ആണോ, ഓൾ ഓഫ് ദീസ് ആണോ? എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് എഡിറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി വേസ് വി ക്യാൻ സേവ് എ ഡോക്യുമെൻറ്റ്. ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് എത്ര രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും? 3 ആണോ, 5 ആണോ, 6 ആണോ, 4 ആണോ? ഏതാണ്? 5 വേസിലാണ് നമുക്കൊരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, MS വേർഡ്സ് ലാർജസ്റ്റ് ഫോർമാറ്റിംഗ് യൂണിറ്റ്. വേർഡിലെ ലാർജസ്റ്റ് ഫോർമാറ്റിംഗ് യൂണിറ്റ് ഏതാണ്? പാരഗ്രാഫാണോ, ലൈനാണോ, ക്യാരക്ടർ ആണോ, പേജ് ആണോ? ഏതാണ്? ഒരു പേജ് ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും MS വേർഡിലുള്ള ലാർജസ്റ്റ് ഫോർമാറ്റിംഗ് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പേജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഷോർട്ട് കട്ട് കീ യൂസ്ഡ് ടു ഇൻസേർട്ട് പേജ് ബ്രേക്ക്. പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? ആൾട്ട് പ്ലസ് എൻ്റർ ആണോ, കൺട്രോൾ പ്ലസ് എൻ്റർ ആണോ, ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണോ, ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ പ്ലസ് എൻ്റർ ആണോ? ഏതാണ്? കൺട്രോൾ പ്ലസ് എൻ്റർ ആണ് പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ. നമ്മൾ നേരത്തെ പറഞ്ഞു ലൈൻ ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ പറഞ്ഞു. ലൈൻ ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആണ്. പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് കീ കൺട്രോൾ പ്ലസ് എൻ്റർ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്